പഴനി എന്ന പേരിന് പിന്നിലും പഴനിമല ഇരിക്കുന്ന മുരുകൻ്റെ പ്രതിഷ്ഠയ്ക്ക് പിന്നിലും വളരെ പഴക്കമുള്ള ഐതിഹ്യങ്ങളുള്ള ഒരു കഥയുണ്ട്. ഒരിക്കൽ നാരദ മഹർഷി പരമശിവനെ സന്ദർശിച്ച് അറിവിൻ്റെ പഴമായ ജ്ഞാനപ്പഴം നൽകി. ഇത് തൻ്റെ പുത്രന്മാരായ ഗണപതിക്കും സുബ്രഹ്മണ്യനും തത്തുല്യമായി വീതിച്ചു നൽകാൻ പരമശിവൻ തുനിഞ്ഞപ്പോൾ നാരദ മഹർഷി തടഞ്ഞു. പഴം വീതിച്ചാൽ അതിൻ്റെ അമൂല്യ ശക്തി നഷ്ടപ്പെടുമെന്നായിരുന്നു നാരദന്റെ വാദം. തുടർന്ന് മക്കളിൽ ഏറ്റവും ബുദ്ധിമാനായ പുത്രനെ കണ്ടെത്തി പഴം സമ്മാനിക്കാൻ ഭഗവാൻ തീരുമാനിച്ചു. ഈ ലോകത്തെ 3 പ്രാവശ്യം വലം വെച്ച് ആദ്യമെത്തുന്നയാൾക്ക് ജ്ഞാനപ്പഴം നൽകുമെന്നായി പരമശിവൻ. ഇത് കേട്ടപ്പോൾ തന്നെ മുരുകൻ തൻ്റെ മയിൽവാഹനമെടുത്ത് ലോകം ചുറ്റാൻ ആരംഭിച്ചു. എന്നാൽ മാതാപിതാക്കൾ പ്രപഞ്ചത്തിന് തുല്യമാണെന്ന് വിശ്വസിച്ച ഗണപതി അച്ഛനമ്മമാരെ 3 തവണ വലം വെച്ചു. ഗണപതിയുടെ വിവേകത്തിലും ബുദ്ധിയിലും സന്തുഷ്ടനായ മഹാദേവൻ ജ്ഞാനപ്പഴം ഗണപതിക്ക് തന്നെ സമ്മാനിച്ചു. എന്നാൽ തൻ്റെ അധ്വാനവും പരിശ്രമവും പാഴായി എന്നറിഞ്ഞ മുരുകൻ മാതാപിതാക്കളോട് പിണങ്ങി കൈലാസത്തിൽ നിന്നിറങ്ങി. ഒടുവിൽ പഴനിമലയിലെത്തി. തിരിച്ചു വിളിക്കാനെത്തിയ ശിവനും പാർവതിയും മുരുകനെ സമാധാനിപ്പിക്കാൻ പറഞ്ഞ വാക്കുകളാണ് പഴം നീ. ഇതാണ് പിന്നീട് ലോപിച്ച് പഴനി എന്നായത്. പഴനിയിലെത്തിയാൽ ഒരു കുതിര സവാരി അത് നിർബന്ധമല്ലേ? കാണാം കേട്ടോ കാഴ്ചകളിലേക്ക്. വാ പോര്, അപ്പടെ ഇപ്പടി വാ, ഇപ്പടി വാ. നേരെ പോട്, നേരെ പോട്. മലയാളികളുടെ ജീവിതവുമായി ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഒരു ക്ഷേത്രമാണ്. അതിനപ്പുറം നമ്മൾ മലയാളികൾക്ക് പെട്ടെന്ന് പഴനി എന്ന് ഓർക്കുമ്പോൾ മനസ്സിൽ ഓടിയെത്തുന്ന സിനിമ ഉണ്ടല്ലോ, മഴവിൽക്കാവടി. ബാലനായും സന്യാസിയായും വേട്ടക്കാരനായും രാജാവുമായുമെല്ലാം പഴനിയിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്ന ഭഗവാൻ മുരുകനെ അലങ്കരിക്കാറുണ്ട്. ഭക്തർ മൊട്ടയടിച്ചും കാവടിയേന്തിയുമെല്ലാം മല കയറുന്നതും ഇവിടുത്തെ പ്രധാന വഴിപാടാണ്. നിലവിൽ 1001 പടികൾ കയറിയാണ് മുരുകനെ ദർശിക്കാറ്. എന്നാൽ ഈ പുതിയ കാലഘട്ടത്തിൽ റോപ്പ് വേ സൗകര്യം ഉണ്ട്. 50 രൂപയാണ് വൺ സൈഡ് ചാർജ്. അങ്ങോട്ടും ഇങ്ങോട്ടും 100 രൂപ ചാർജ് വരും. കാർത്തികേയൻ, മുരുകൻ, ഷൺമുഖൻ, ആണ്ടവൻ, സ്കന്ദൻ എന്നിങ്ങനെ പല പേരിൽ അറിയപ്പെടുന്ന മുരുകൻ്റെ ഏറ്റവും പ്രസിദ്ധമായ ക്ഷേത്രമാണ് പഴനി. ഓരോ ഗേറ്റിൽ നിന്നും, അതായത് ഗേറ്റ് 1 നിന്ന് 2ലേക്കോ 3ലേക്കോ മൊത്തം ഇങ്ങനെ ഒരു ഇലക്ട്രിക് സർവീസ് നടത്തുന്നുണ്ട്. ഇതെല്ലാം ഫ്രീ ആണ്. കാരണം പാർക്കിംഗ് അപ്പുറത്താണ്. ആ പാർക്കിംഗ് നിന്ന് വരുവാണെങ്കിൽ നമുക്ക് ഗേറ്റ് 2ലേക്കോ എവിടേക്കാണ് പോകേണ്ടത് വെച്ചാൽ റോപ്പ് വേയുടെ അടുത്തേക്കാണ്. റോപ്പ് വേയുടെ അങ്ങോട്ട് പോകണമെങ്കിൽ അവിടേക്ക് ഫ്രീ സർവീസ് ആയി. ഇങ്ങോട്ട് നമ്മുടെ സ്വകാര്യ വാഹനം കടത്തിവിടില്ല. പഴനി കണ്ടു. ഇനി കാണാനിരിക്കുന്നതോ കൊടൈക്കനാലിലേക്കാണ്. മലനിരകളുടെ രാജകുമാരിയെ കാണാം. വിട്ടേക്കാം. ഇനി അവിടെ നിന്ന് കാണാം. ബൈ.